നിങ്ങളുടെ കയ്യിലുള്ള റേഷൻ കാർഡ് ഏതാ? നീലയോ വെള്ളയോ ആണോ? എന്നാൽ മുൻഗണനേതര വിഭാഗത്തിലുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് മാസം 1 രൂപ വീതം സെസ് പിരിക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആലോചിക്കുകയാണ്. റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താൻ ആദ്യഘട്ടത്തിൽ 1 വർഷത്തേക്കാകും പിരിവ്. മന്ത്രിസഭ ഇത് അംഗീകരിച്ചാൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ സെസ് ഏർപ്പെടുത്തും. അതായത് ഈ ഏപ്രിൽ മുതൽ. 1 രൂപയല്ലേ എന്ന് ചിന്തിക്കേണ്ട. ഇങ്ങനെ 1 രൂപ പിടിക്കുന്നതിലൂടെ 1 വർഷം കൊണ്ട് 4 കോടിയിലേറെ രൂപ ഈ ഇനത്തിൽ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സംസ്ഥാനത്ത് 50 ലക്ഷത്തിലധികം APL വിഭാഗക്കാരാണുള്ളത്. എന്ന് വെച്ചാൽ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള ആളുകൾ. നിലവിൽ ഈ വിഭാഗക്കാർക്ക് അരി മാത്രമാണ് ലഭിക്കുന്നത്. പണ്ടൊക്കെ ഈ 6 മാസം കൂടുമ്പോൾ മണ്ണെണ്ണയും ഇടയ്ക്ക് ആട്ടയും ഒക്കെ ഈ വിഭാഗക്കാർക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. കിട്ടുന്ന അരി വാങ്ങാൻ പോകുമ്പോൾ ഇനി അധികമായി 1 രൂപ കൊടുക്കേണ്ടി വരും. അത്ര തന്നെ. ഇനി നിങ്ങൾ 1 മാസത്തെ റേഷൻ വാങ്ങിയില്ല എങ്കിൽ സാരമില്ല. ആ മാസത്തെ സെസ്സും കൂടി ചേർത്ത് അടുത്ത മാസം പിടിക്കുമെന്ന പേടിയൊന്നും വേണ്ട. അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ സെസ് പിരിച്ച് വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് CPM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിൽ വ്യക്തമാക്കിയിരുന്നു. റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് ഇപ്പോൾ 1,90,00,000 രൂപയുടെ കുടിശ്ശികയുണ്ട്. റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 3 അംഗ ഉദ്യോഗസ്ഥ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിൽ സംസ്ഥാനത്ത് 4000-ഓളം റേഷൻ കടകൾ പൂട്ടി ബാക്കി കടകളിൽ വിൽപ്പന കൂട്ടാൻ അവസരമൊരുക്കണമെന്നാണ് നിർദ്ദേശം. കൂടാതെ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ കൂട്ടുന്നതിനായി മുൻഗണനേതര വിഭാഗത്തിലെ നീല റേഷൻ കാർഡിൽ അരിവില കിലോയ്ക്ക് 4 രൂപയിൽ നിന്ന് 6 രൂപയാക്കണമെന്നാണ് ശുപാർശ. റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയാണ് സംസ്ഥാനത്തെ 13,872 റേഷൻ കടകൾ 10,000-ആയി കുറയ്ക്കാനുള്ള ശുപാർശയോടെ റിപ്പോർട്ട് നൽകിയത്. 2023 ഡിസംബറിലെയും മറ്റും കണക്കുകൾ പ്രകാരമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് 14,000-ലേറെ റേഷൻ കടകളുണ്ട്. അതേസമയം ഭക്ഷ്യവകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ അരിവില കൂട്ടുന്നതിനേക്കാൾ നല്ലത് സെസ് പിരിക്കുന്നതാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. വരുമാനം കുറവായ കടകൾ അടച്ചുപൂട്ടുന്നതുൾപ്പെടെയുള്ള ശുപാർശകൾ തൽക്കാലം നടപ്പാക്കേണ്ടതില്ല എന്നാണ് ധാരണ.